പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം ഈ പ്രഭാതത്തിലെ മഹിമപ്പെടുമാറാകട്ടെ. ഉദയസൂര്യൻ്റെ കിരണങ്ങൾ തൊട്ട് തഴുകുന്നതിന് മുമ്പ് തന്നെ നീതിസൂര്യനാകുന്ന കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ദൈവവചന ധ്യാനത്തിന് വേണ്ടി കാതുകൂർപ്പിച്ചിരിക്കുന്ന സകല പേർക്കും ധന്യനായ യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലിക്കൊണ്ട് ഇന്നത്തെ വേദവചന ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്നത്തെ ധ്യാനത്തിനായി 138 സങ്കീർത്തനം 7-8 വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കുന്നു. ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിനു നേരെ നീ കൈ നീട്ടും. നിന്റെ വലം കൈ എന്നെ രക്ഷിക്കും. യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. ഹല്ലേലൂയ. 138 സങ്കീർത്തനം ദാവീദിന്റെ സങ്കീർത്തനമാണ്. ഇതിനകത്ത് ഒത്തിരി മൂല്യങ്ങൾ അടങ്ങിയിട്ടുള്ള സങ്കീർത്തനം എന്ന് അതിനെ പറയുന്നത്. മൂല്യങ്ങൾ അടങ്ങിയിട്ടുള്ള ആ മൂല്യങ്ങൾ അടങ്ങിയിട്ടുള്ള സങ്കീർത്തനത്തിനകത്തെ 2 വാക്യങ്ങൾ അടർത്തിയെടുത്താണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. അപ്പോ ആ വാക്യത്തിനകത്ത് ഒരു അനുഭവം പോലെ, തൻ്റെ ഒരു എക്സ്പീരിയൻസ് പോലെ, തൻ്റെ ജീവിത പശ്ചാത്തലം പോലെയാണ് ദാവീദ് ഇത് പറയുന്നത്. എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈ നീട്ടും. നിന്റെ വലം കൈ എന്നെ രക്ഷിക്കും. യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, വലിയൊരു പ്രതിസന്ധിക്കകത്താണ് ദാവീദ്. ഈ സങ്കീർത്തനം പറയുമ്പോൾ ഒരു പ്രതിസന്ധിക്കകത്താണ്. ആ പ്രതിസന്ധിയുടെ 3-4 കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. 1 കഷ്ടത, ഒരു സൈഡിൽ നിന്ന് കഷ്ടത. 2 ശത്രുക്കൾ. പിന്നെ 3 അവരുടെ ക്രോധം. അതിനുശേഷം എഴുതിയിരിക്കുന്നു യഹോവയുടെ, ഇതിന്റെ എല്ലാം നടുവിലായിട്ട് യഹോവയുടെ വലം കൈ ഇറങ്ങി വരുന്നു. എന്നിട്ട് ഒരു ഫിനിഷിംഗ് പോയിന്റ്, എന്നിട്ടൊരു എൻഡ്, ഒരു ഫിനിഷിംഗ് പോയിന്റ്, ഒരു സമാപ്തി ദൈവം തമ്പുരാൻ വരുത്തുന്നു. ഒരു സമാപ്തി ദൈവം തമ്പുരാൻ വരുത്തുന്നു. ആ വാക്യത്തിനകത്തേക്കൊന്ന് വന്നേ. ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. എന്താ അതിന്റെ അർത്ഥം? കഷ്ടതയുടെ നടുവിൽ നടന്നാൽ ജീവിപ്പിക്കുന്ന ദൈവത്തിന് കഷ്ടതയിൽ നടത്താതിരിക്കാൻ കഴിയില്ലേ? ഒന്നുകൂടെ പറയാം. കഷ്ടതയുടെ നടുവിൽ നടന്നാൽ ജീവിപ്പിക്കുന്ന ദൈവത്തിന് കഷ്ടതയിൽ വിടാതെ നിന്നെ സംരക്ഷിക്കാൻ കഴിയില്ലേ? കഴിയും. പിന്നെ എന്തായി കഷ്ടതയുടെ കാര്യം? ആ കഷ്ടത നിന്നെ തകർത്തു കളയാനായിരിക്കത്തില്ല. ഒരു സ്വർണം ആ 3000 ഡിഗ്രി സെൽഷ്യസിൽ കൂടി കടന്നു പോകുന്നത്, ഉമിത്തിക്കകത്ത് വേകുന്നത്, അതിനെ തകർത്തു കളയാനല്ല, അതിനെ ഇല്ലാതാക്കാനല്ല, അതിന്റെ കീടം മാറ്റി പൊന്നുപോലെ പുറത്തു വന്ന് അതിനെ വേറെ ഒരു വിലപിടിപ്പുള്ള മൂല്യമുള്ള ഉരുപ്പടിയായി പണിതെടുക്കാനാ. ഒരു ഇരുമ്പിനെ അതിൻ്റെ റോ മെറ്റീരിയലിൽ നിന്ന് വേർതിരിച്ച് ആ വലിയ ചൂടിൽ കൂടി, ഫർണസിൽ കൂടി കടത്തി വിട്ട് ഇരുമ്പാക്കി പുറത്തു കൊണ്ടുവരാനാ. ഈ ഫർണസ് അതിനെ തകർത്തു കളയാനല്ല, ഇല്ലാതാക്കാനല്ല, അതിലെ നല്ല ഇരുമ്പിന്റെ അംശത്തെ പുറത്തു കൊണ്ടുവരാനാ ഈ ഫർണസ്. തീച്ചുളയ്ക്കകത്തു കയറി പോകുന്ന ഒരു മൺപാത്രം അതില്ലാതാക്കി കളയാനല്ല, അതിനെ തീ വെച്ച് ചുട്ടുകളയാനല്ല, ഉപയോഗപ്രദമായ ഒരു മൺപാത്രമായി പുറത്തു വരാനാ. തീച്ചൂളയ്ക്കകത്ത് പോകുന്നൊരു ബ്രിക്സ് അതിനെ തീച്ചൂളയിലിട്ട് ചുട്ടുകളയാനല്ല, മറിച്ച് ഉപയോഗമുള്ള വെയിലും കാറ്റുമേറ്റാലും അത് തകർന്നു പോകാതെ ഉറപ്പുള്ള പില്ലറായി, തൂണായി നിൽക്കാൻ തക്കവണ്ണം ദൈവം തെരഞ്ഞെടുത്ത ഒരു പാത്രമായി തൂണാക്കി നിർത്താൻ അതിനെ പണിതെടുക്കാനാ. ഹല്ലേലൂയ. ഇത് തകർത്തു കളയാനല്ല. അപ്പോ ഈ കഷ്ടതയുടെ നടുവില്, ആ കഷ്ടത നിന്നെ തകർത്തു കളയാനല്ല, ഇതൊരു പ്രോസസ്സാ. ഇതൊരു പ്രോസസ്സിന്റെ ഭാഗമാ. നിന്നെ നടത്തിയെടുത്ത് ഈ വരുവാനുള്ള, പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വരുവാനുള്ള നിത്യ തേജസ്സിന്റെ കനമോർത്താൽ ഈ ലോകത്തിലെ നൊടി നേരത്തേക്കുള്ള കഷ്ടസാരമില്ല. നിത്യയുടെ തേജസ്സിന്റെ കനത്തിലേക്ക് നിന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ് പദ്ധതിയുടെ ഭാഗമായത്. അതിന്റെ ഭാഗമാകും ചെയ്ത്. ഹല്ലേലൂയ. അതിന്റെ ഭാഗമായത്. അതുകൊണ്ടാ ദാവീദ് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാ പറയുന്നത്, നീ കഷ്ടതയുടെ നടുവിൽ ഞാൻ നടന്നാലും ജീവിപ്പിക്കും. കഷ്ടതയുടെ നടുവിൽ നടക്കുമ്പോൾ കഷ്ടത മാത്രമല്ല, ശത്രുവിന്റെ ക്രോധം കൂടെ വരും. ഫറവോന്റെ ആ ചെങ്കടലിന്റെ അകത്ത് വഴിയില്ലാതെ വരുന്ന അവിടെ, ഹല്ലേലൂയ, ഒരു കഷ്ടതയാണ് ചെങ്കടലെങ്ങനെ കടന്നു പോകാൻ മാർഗമില്ലാതിരിക്കുന്നത്. അവിടെയാണ് ശത്രു സൈന്യമാകുന്ന ഫറവോനും സൈന്യവും ഒരുമിച്ച് അടുത്തു വരുന്നത്. ഇത് 2 പ്രതിസന്ധി ഒരുപോലെ വരുമ്പോ എങ്ങനെ മറികടക്കുമെന്ന് നോക്കി നിൽക്കുമ്പോ, സാധ്യതയില്ലാതിരിക്കുമ്പോ,
മറികടക്കാൻ ഒരു സാധ്യതയില്ലാതിരിക്കുമ്പോൾ, മറികടക്കാൻ കഴിയാതിരിക്കുമ്പോൾ, അവിടെയാണ് അടുത്ത വാക്യത്തിന്റെ പ്രസക്തി. യഹോവയുടെ വലം കൈ, യഹോവയുടെ വലം കൈ എന്നെ രക്ഷിക്കും. അതല്ലാതെ പറ്റത്തില്ല കുഞ്ഞെ. നിന്നെ കൊണ്ട് ഒക്കത്തില്ലെന്ന്, നിന്നെ കൊണ്ട് ഇത് സാധിക്കത്തില്ലെന്ന് യഹോവയുടെ വലം കൈ, ഹല്ലേലൂയ, യഹോവയുടെ വലം കൈ അതിറങ്ങി വന്നേ പറ്റത്തുള്ളൂ. അത് വന്ന് എന്നെ രക്ഷിച്ചേ ഒക്കത്തുള്ളൂ. നോക്കിക്കേ, ഞാൻ കഷ്ടതയുടെ നടുവിൽ നടക്കുമ്പോൾ നീ എന്നെ ജീവിപ്പിക്കും. കഷ്ടത എടുത്തു മാറ്റുകയല്ല, കഷ്ടതയെ ഓവർകം ചെയ്യാനല്ല. ചെങ്കടൽ വരുമ്പോ ചെങ്കടലിനെ എടുത്തു മാറ്റാമെന്നല്ല പറയുന്നത്. ചെങ്കടലിനെ വറ്റിച്ച് അതിനകത്തുകൂടെ നടത്തി അക്കരെ കിടത്തും. കഷ്ടതയുടെ നടുവിൽ നടക്കുമ്പോൾ ജീവിപ്പിക്കും. കഷ്ടത അവിടെ കാണും, നീ അതിനെ ഓവർകം ചെയ്യും. പർവ്വതങ്ങൾ അവിടെ കാണും, നീ അതിനെ ഓവർകം ചെയ്യും. നദി അവിടെ കാണും, നീ അതിനെ ഓവർകം ചെയ്യും. കടക്കാൻ പറ്റാത്ത കിടങ്ങുകൾ അവിടെ കാണും, നീ അതിനെ ഓവർകം ചെയ്യും. ഹല്ലേലൂയ. കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ, ഫറവോന് നേരെ മോശയ്ക്ക് പറ്റത്തില്ല, ജനത്തിന് പറ്റത്തില്ല. പക്ഷെ തമ്പുരാൻ കൈ നീട്ടുമെന്ന് ഒരു ഒറ്റ ജോലിയുള്ളൂ. മോശ, നീയൊന്ന് വടി നീട്ട്, നീയൊന്ന് വടി നീട്ട്. നീയൊന്ന് വടി നീട്ടിയാൽ അത് തീരുന്ന പ്രശ്നമേ ഉള്ളൂ. നീയൊന്ന് അഭിഷേകത്തിന്റെ വടി നീട്ടിയാൽ, നീ പ്രാപിച്ച നിയോഗത്തിന്റെ വടി നീട്ടിയാൽ, ശത്രുക്കളുടെ യഹോവയുടെ വലം കൈ അതിന് ശത്രുക്കളുടെ നേരെ നീട്ടുകയാ. അടുത്ത വാക്യം അത് ഭയങ്കര പ്രസക്തമാണ്. അടുത്ത വാക്യം പറയുന്നത്, നീ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. നീ ചോദിച്ചില്ലേ ഇതെങ്ങനെ കടക്കുമെന്ന്. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിന് ഭയങ്കര ഡൗട്ടായി, ഇതെങ്ങനെ തീക്കകത്തില്ല. തീക്കകത്ത് നാലാമനായി അല്ല, ഒന്നാമനായി തീയുടെ അടുത്ത് ഇറങ്ങി വന്ന് യഹോവ നിനക്ക് വേണ്ടി സമാപ്തി വരുത്തി. ഇതിന്റെ സമാപ്തി എന്ന് പറയുന്നത് നെബൂഖദ്നേസർ പറയും, നിന്റെ ദൈവമാണ് ജീവനുള്ള ദൈവമെന്ന്. സിംഹക്കൂട്ടിനകത്തേക്ക് പോകുന്ന ദാനിയേല് എങ്ങനെ ഇത് ഓവർകം ചെയ്യുമെന്ന് ദാനിയേലിന് സംശയമില്ല. കണ്ടു നിൽക്കുന്നവർ സംശയിക്കും. കണ്ടു നിൽക്കുന്നവരോട് ദൈവം ഒരു മറുപടി പറയും, അല്ലെങ്കിൽ ദാരിയവേശ് രാജാവിനോട് ഒരു സമാപ്തി പറയും. ദാനിയേലിന്റെ ദൈവമാ ജീവനുള്ള ദൈവമെന്ന്. ആ ദൈവം മാത്രമാണ് സത്യ ദൈവമെന്ന്. ദാവീദിന് അത് തന്നെയാ സാക്ഷ്യമായി പറയാനുള്ള, യഹോവ നിനക്ക് വേണ്ടി സമാപ്തി വരുത്തും. ഞാൻ ഈ സന്ദേശം പറയുമ്പം ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടതയുടെ നടുവിൽ ഇതെങ്ങനെ മാറിപ്പോകും, ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യും, ഈ പ്രതിസന്ധി എങ്ങനെ മറികടക്കും, ഈ പ്രതിസന്ധിയെ എങ്ങനെ തരണം ചെയ്യുമെന്ന് വിചാരിച്ച് ആലോചിച്ച് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിന്നോട് ആത്മാവിൽ ദൂത് പറയട്ടെ, നിന്നോട് ആത്മാവിൽ ദൂത് പറയട്ടെ, ഇതിനെ നീ ഓവർകം ചെയ്യും. ഗ്ലോറി ടു ഗോഡ്. നീ ഓവർകം ചെയ്യും. നീ ഇതിനെ യഹോവ നിനക്ക് വേണ്ടി സമാപ്തി വരുത്തും. ഈ ലോകമല്ല, ഈ ആളുകളല്ല, യഹോവ നിനക്ക് വേണ്ടി സമാപ്തി വരുത്തും. ദൈവം നിനക്ക് വേണ്ടി സമാപ്തി വരുത്തും. ദൈവം നിനക്ക് വേണ്ടി സമാപ്തി വരുത്തും. ദൈവം നിനക്ക് വേണ്ടി സമാപ്തി വരുത്തും. വിശ്വസിച്ചോ കുഞ്ഞെ, കർത്താവ് നിനക്ക് വേണ്ടി സമാപ്തി വരുത്തും. സാധ്യതകൾ ഇല്ലാതിരിക്കുന്നിടത്ത് കർത്താവ് നിനക്ക് വേണ്ടി. അതേ ജോസഫ് കാരാഗൃഹത്തിനകത്ത് എവിടെയോ ഒരു സമാപ്തി. കണ്ട സ്വപ്നവും കിടക്കുന്ന സ്ഥലവും വേറെയാ. രണ്ട് കോൺട്രവേഴ്സിലാ. എവിടെ സമാപ്തി? കാരാഗൃഹത്തിനകത്ത്. പൊത്തിപ്പേരുടെ വീട്ടിൽ പൊട്ടക്കിണറ്റില് എവിടെ സമാപ്തി? ഇല്ല കുഞ്ഞെ, ദൈവം നിനക്ക് വേണ്ടി സമാപ്തി വരുത്തും. സ്വപ്നം തന്നത് ദൈവമാണെങ്കിൽ, ദർശനം തന്നത് ദൈവമാണെങ്കിൽ, ദൈവം നിനക്ക് വേണ്ടി സമാപ്തി വരുത്തും. ദൈവം നിനക്ക് വേണ്ടി സമാപ്തി വരുത്തും. ഹല്ലേലൂയ. ദൈവകരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിച്ചു. യഹോവ നിനക്ക് വേണ്ടി സമാപ്തി വരുത്തും. ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്നൊന്നുകൂടി ഉറപ്പിച്ച് വിശ്വസിച്ചോ, യഹോവ നിനക്ക് വേണ്ടി സമാപ്തി വരുത്തും. യഹോവ നിനക്ക് വേണ്ടി ഒരു ഫുൾഫിൽമെന്റ്, ഈ വാഗ്ദത്തത്തിന്റെ ഫുൾഫിൽമെന്റ്, നീ പ്രാപിച്ച ദർശനത്തിന്റെ ഫുൾഫിൽമെന്റ്, നീ ആ നേടിയെടുത്ത ദൈവിക വാഗ്ദത്തത്തിന്റെ ഫുൾഫിൽമെന്റ്, യഹോവ നിനക്ക് വേണ്ടി സമാപ്തി വരുത്തും. കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ ജനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കഷ്ടതയുടെ നടുവിൽ ജീവിപ്പിക്കുന്ന ദൈവം, സമാപ്തി വരുത്തുന്ന ദൈവം, ഈ പ്രതിസന്ധിക്ക് സമാപ്തി വരുത്തും. ഈ ദർശനത്തിന് സമാപ്തി വരുത്തും. ഈ ദർശനത്തിന്റെ അവധിയിലേക്ക്, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടും. ദർശനത്തിനൊരു സമാപ്തി, ആ സമാപ്തി വരുത്തുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ജനത്തെ സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സഭയിലെ വാത്സല്യ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്തു. പ്രാർത്ഥനാ കൂട്ടായ്മയിലെ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. മറ്റു സന്ദേശം കേൾക്കുന്ന സകലവരെയും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ദൈവം ഒരു ഫുൾഫിൽ
ഫുൾഫിൽമെന്റ്, ദൈവത്തിന്റെ സമാപ്തി, അത് സംഭവിക്കുന്നതിനായി സ്തോത്രം. ആത്മാവിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു, സകലപേരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിക്കുന്നപ്പ ഈ ദിവസം അനുഗ്രഹമായി മാറട്ടെ. പ്രാർത്ഥന കിട്ടിയാൽ സ്തോത്രം, സകലമാനോ മുഖത്തോട് നിൽക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൻഡ് വാക്ക് വിത്ത് ജീസസ്. കർത്താവിന്റെ ആത്മാവോട് ചേർന്ന് നടക്കാം. നാളെ നമുക്ക് വീണ്ടും കാണുകയും ചെയ്യാം. ഗോഡ് ബ്ലസ് യു.